ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഗൂഗിൾ ഗൗരിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് ഇനി ഒരിക്കലും താൻ മദ്യപിക്കില്ല എന്ന്. അതിന് കാരണം ഗൗരി തന്നെ. ഗൗരി നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് ആ സത്യം ചെയ്യിപ്പിക്കുകയാണ്. ആ സമയം അർച്ചനയും ശിശിരയും ശോഭനയും അരികിൽ തന്നെയുണ്ട്. ഇപ്പോഴും ഗോകുലിൻ്റെ ആ കെട്ട് വിട്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഗൗരി ഗോകുലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയ സമയം ശോഭന പറയുന്നുണ്ട് അർച്ചനയോട്, കണ്ടോ മോളെ, അവന് നിന്നോടുള്ള സ്നേഹം, നിന്നെ ഓർത്തിട്ടാണ് അവൻ ഇങ്ങനെ ഗൗരിമോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതെന്ന്. എന്നിട്ട് എന്നെ തല്ലിയതിന് ഒരു സോറി പോലും പറഞ്ഞില്ല എന്ന് ശിശിര പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അർച്ചന പോയി. ശേഷം ചിപ്പിയെ കാണിക്കുന്നുണ്ട്. ചിപ്പിമോളാണെങ്കിൽ രാവിലെ ചായ ഇടാൻ ശ്രമിക്കുകയാണ്. 2 കപ്പിലായി ചായ ഒഴിക്കുകയാണ്. എന്നിട്ട് അത് അവന്തികയുടെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് അവന്തികയെ വിളിച്ചുണർത്തുകയാണ് ചിപ്പിമോള്. ഒരു പുഞ്ചിരിയോടെ അവന്തിക എഴുന്നേൽക്കുന്നുണ്ട്. മോളുടെ കഷ്ടപ്പാട് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു. ആ ചായ എടുത്ത് ചിപ്പിമോൾ അവന്തികയുടെ കയ്യിൽ കൊടുത്തു. ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ കുടിക്കാൻ തോന്നുന്നില്ല എന്ന് അവന്തിക. അതൊന്നും സാരമില്ല അമ്മ, ചായ കുടിക്കുക എന്ന് കുഞ്ഞു പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക ചായ എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കുന്നു. ഒരു കപ്പിൽ ചിപ്പിയും കുടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാഥാലയത്തിലെ ആ സ്വാമി. അവർ ആ 2 സഹായികളോടും അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അനാഥാലയത്തിന് കുറച്ച് ഫണ്ട് വേണം, അതിനെപ്പറ്റിയാണ് അവരുടെ സംസാരം. എന്നിട്ട് അവന്തിക അവിടെ കിടത്തുകയാണ്. ആ സമയം അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അമ്മ അവിടെ കിടന്നോളൂ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ചിപ്പി കുറച്ച് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. വിളിക്കുന്നത് ആ സ്വാമിമാരാണ്. ഈ ആശ്രമത്തിലെ സ്വാമിജിയാണ്. എനിക്ക് അവന്തിക മേഡത്തോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നു, അമ്മയ്ക്ക് സംസാരിക്കാൻ ഇപ്പോൾ കഴിയില്ല, ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇല്ല സ്വാമിജി എന്ന് ചിപ്പി. ഇപ്പോൾ ഇതാരാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു, അതെ സ്വാമിജി, ഇത് ചിപ്പിയാണ് സംസാരിക്കുന്നത്. അമ്മ എന്താ ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു, ഇവിടെ ആരുമില്ല സ്വാമിജി, ഡ്രൈവർ അങ്കിളും ജെനി ആൻറ്റിയും ഒക്കെ പേടിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അറിയില്ല സ്വാമിജിക്ക് വരാൻ പറ്റുമോ എന്ന് ചിപ്പി. സ്വാമിജി ഇത്രയും ദൂരെയല്ലേ, മോളുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് പേരൻസിനോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞൂടെ, മോൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ട് എന്ന് കുട്ടി പറയുമ്പോൾ എന്നാ പിന്നെ അവരെ വിളിച്ചോളൂ, അവര് വേണ്ടത് ചെയ്തോളും എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഫോൺ വെച്ചു. ആരെ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് ചിപ്പി ആലോചിക്കുന്നുണ്ട്. സച്ചിയങ്കിളിനെ വിളിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് സച്ചിയങ്കിളിനെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ആരെ വിളിക്കും, ഗൗരിയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് ചിപ്പി വിചാരിക്കുകയും ഗൗരിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഹായ് ചിപ്പി, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഗൗരി ചോദിക്കുമ്പോൾ കരയുകയാണ് ചിപ്പി. എന്താ ചിപ്പി കരയുന്നതെന്ന് ഗൗരി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ആണ്, നിനക്ക് ഇവിടം വരെ ഒന്ന് വരാമോ, എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാണ്. അങ്ങനെ അതിനെപ്പറ്റി 2 പേരും സംസാരിക്കുന്നുണ്ട്. 2 പേരും നല്ല ടെൻഷനിലാണ്. അമ്മയുടെ അവസ്ഥയോർത്ത് വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ് ചിപ്പി. ശേഷം കാണിക്കുന്നത് ഗൗരി ഗോകുലിന്റെ അരികിലേക്ക് വരുന്നു. ഗൂഗിൾ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരി വന്നത്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ, പിന്നെ എന്താ പറ്റിയത്, മോളെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അച്ഛാ, എന്നെ ചിപ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവിടാമോ, അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ആൻറ്റിക്ക് ഒട്ടും വയ്യെന്ന് എനിക്ക് പറയുന്നുണ്ട്. ആ സമയം അർച്ചനയും അവിടേക്ക് വന്നു. അവർക്കൊട്ടും സുഖമില്ലെന്ന്, അവർക്ക് എന്താ പറ്റിയത് എന്ന് അർച്ചന ചോദിക്കുന്നു. ചിക്കൻ ബോക്സ് ആണ് ചിപ്പിയുടെ അമ്മയ്ക്ക്, അവിടെ ആരുമില്ല, അവിടെ ചിപ്പി മാത്രമേ ഉള്ളൂ, ആരെയും വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല എന്ന് ഗൗരി പറയുമ്പോൾ അർച്ചന പറയുന്നു, ചിപ്പി മോളെ വിളിച്ചിരുന്നോ എന്ന്. വിളിച്ചിരുന്നു, അവള് കരയായിരുന്നു, വേദന കൊണ്ട് നിലവിളിക്കാണ് അവളുടെ അമ്മ എന്നാ അവള് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, എന്നോട് വേഗം അങ്ങോട്ടേക്ക് ചെല്ലാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഗൂഗിൾ പറയുന്നു, ആ ജോലിക്കാരിയും ഡ്രൈവറും ഒന്നും അവിടെ ഇല്ലേ, അവരൊക്കെ ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോഴേ സ്ഥലം വിട്ടു, അവിടെ ചിപ്പിമോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ഗൗരി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു, എങ്കിൽ പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു ആംബുലൻസ് ഏർപ്പാടാക്കാം, അവരെ ഒന്ന് വേഗം ചിപ്പിമോളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. അത് വേണ്ട, ചിപ്പിമോളുടെ സഹായത്തിന് മോളെയല്ലേ വിളിച്ചത്, ചിലപ്പോൾ നമ്മൾ ചെല്ലുമെന്ന് ചിപ്പിമോള് പ്രതീക്ഷിക്കും, അല്ലാതെ ഇവർ കുട്ടികൾ 2 പേരും കൂടി വിചാരിച്ചാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് അർച്ചന. ഞാൻ എമർജൻസി വർക്ക് ചെയ്യാമായിരുന്നു എന്ന് ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്ത് എമർജൻസി വർക്കായാലും അത് മാറ്റിവെക്ക്, ചിപ്പിമോള് വിളിച്ചതല്ലേ, നമുക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അച്ഛൻ നമുക്ക് പോകാം പ്ലീസ് അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഗൗരി നിർബന്ധിക്കുകയാണ്. ചിപ്പി ഇന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. നാളത്തെ യൂണിറ്റ് എക്സാമിൻ്റെ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എവിടം വരെ പഠിച്ചു എന്നൊക്കെ അമ്മു ചോദിക്കുന്നുണ്ട്. ആ സമയം ചിപ്പി കരയുകയാണ്.
അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം പറയുന്നു, വേദന കൊണ്ട് പുളയുകയാണ് എന്നൊക്കെ പറയുന്നു. അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അമ്മുക്കുട്ടി ഇന്ദുവിനെയും കൂട്ടി ഒന്ന് വരാമോ, അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാ എന്ന് പറയുന്നുണ്ട്. ഇന്ദു എവിടെയെന്ന് ചോദിക്കുന്നു. അവള് തലവേദനയായിട്ട് കിടക്കുകയാണെന്ന് അമ്മു പറയുന്നു. എനിക്ക് പേടിയാവുന്നു, ഇങ്ങനെ കിടന്നാൽ എൻ്റെ അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ചിപ്പി കരയുകയാണ്. ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ അച്ഛനോട് കാര്യം പറയാം, എന്നിട്ട് ആവണി ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം എന്ന് ഇന്ദു. എൻ്റെ അമ്മയ്ക്ക് നിന്റെ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരൊക്കെ നിന്നെ വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ വിഷമിക്കാതെ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എൻ്റെ അമ്മ ഇങ്ങനെ കിടന്ന് കരയുന്നത് എനിക്ക് കാണാൻ വയ്യെന്നൊക്കെ ചിപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അമ്മു സന്ദീപിനോട് വന്ന് പറയുന്നുണ്ട് ചിപ്പിയുടെ വീട്ടിലേക്ക് പോകണമെന്ന്. അത് കേട്ടുകൊണ്ട് കമലയും അനഘയും പിന്നെ മീരയും അവിടേക്ക് വരുന്നു. സ്നേഹയും അവിടേക്ക് വന്നു. ചിപ്പിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞങ്ങളോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്, അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്ന് ചോദിച്ചത് എന്നൊക്കെ കമല ചോദിച്ചതിന് മറുപടിയായി പറയുകയാണ് അമ്മുക്കുട്ടി. ഫോണിൽ അവൾ കരയുകയായിരുന്നു എന്നും പറയുന്നു. അവളുടെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ആണെന്നും പറയുന്നുണ്ട്. അതേതായാലും നന്നായി, അവര് മറ്റുള്ളവരോട് കാണിച്ച ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടിയാണെന്ന് അനഘ. നിന്റെ കൂട്ടുകാരിയെ അവർ ദത്തെടുത്തെന്നല്ലേ, അല്ലാതെ സ്വന്തം മകളല്ലല്ലോ. അവിടെ കിടന്ന് കുറച്ച് അനുഭവിക്കട്ടെ, പിന്നെ ഒരുപാട് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട എന്ന് ചിപ്പിയോട് പറഞ്ഞേക്ക് എന്നും അനഘ. അവൻ്റെ ഞങ്ങളെക്കാൾ കൂടുതൽ ശത്രുത നിന്നോട് തന്നെയാണ്, എന്നാലും ഈ സമയത്ത് ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാ എന്ന് കമല പറയുമ്പോൾ സ്നേഹ പറയുന്ന ഒരു അവസരം കിട്ടിയാലല്ലേ നന്ദി കാണിക്കാൻ പറ്റൂ, അല്ലേ അനഘേ? ചിക്കൻ ബോക്സ് ആയോണ്ടാ, വേറെ ഏതെങ്കിലും അസുഖം പിടിപെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് പോയി കണ്ടേനെയായിരുന്നു എന്നനഘ. ഇവളും കൊള്ളാം, നീയും കൊള്ളാം. എടി, മനുഷ്യർക്ക് ഏത് സമയത്തും അസുഖം വരാം. സഹായിച്ചില്ലെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ പരിഹസിക്കരുത്, അത് എത്ര വലിയ ശത്രുവായാലും ശരി. സന്ദീപ് പറയുന്നു. അതൊക്കെ ശരിയാണമ്മേ, പക്ഷേ ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന അവരുടെ അടുത്തേക്ക് ഇവളെ എങ്ങനെ കൊണ്ടുവിടും? ചിപ്പിയുടെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുവിടാനല്ലേ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അച്ഛനും കൂടി വാ. ചിപ്പിയുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അമ്മ പറയുന്നു. രക്തബന്ധമൊന്നും അല്ലല്ലോ, വളർത്തുമകളല്ലേ, എന്തിനാ പിന്നെ ഇങ്ങനെ കിടന്ന് കരയുന്നത്? വലിയ ബിസിനസ്സുകാരിയല്ലേ, ആരുമില്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെന്ന് സ്നേഹ. ആൻറ്റി എന്താ പറഞ്ഞത്? ചിപ്പി വളർത്തുമോളാണെന്നോ എന്ന് അമ്മു. അതൊരു വലിയ കഥയാണെന്ന് സ്നേഹ. സ്നേഹയെ മതി നിർത്ത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ആവശ്യമില്ലാത്ത കാര്യം കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കരുത്. രക്തബന്ധം കൊണ്ടല്ല സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവധികയുടെ അനിയത്തിയെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണെന്ന്, ഇവൾ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണെന്നും കമല ചോദിക്കുന്നുണ്ട്. അതിനാർക്കും മറുപടിയില്ല. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ സ്നേഹം നമ്മൾക്ക് മനസ്സിലാകേണ്ടതല്ലേ എന്നും കമല ചോദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകും, പക്ഷേ എൻ്റെ ചേച്ചിയെ പോലെ ഞാനും നിങ്ങളോട് പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾ അന്നേ എന്നെ ഇറക്കി വിടില്ലായിരുന്നോ എന്നതൊക്കെ ചോദിക്കുന്നു. എൻ്റെ സംശയം അടിച്ചിറക്കി ശുദ്ധികലശം നടത്തിയനെയായിരുന്നു എന്ന് സ്നേഹ. എന്തിനെങ്ങനെ പറയുന്നത്? ആ കുട്ടി പറഞ്ഞ കാര്യം നമ്മുടെ അമ്മു നമ്മളോട് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ അമ്മൂനെയും കൊണ്ട് അവിടേക്ക് പോകുന്നില്ല പോരെ? ചിക്കൻ ബോക്സ് പകരുന്ന അസുഖമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് പകരും, അതുകൊണ്ട് പോകാൻ സാധിക്കില്ലെന്ന് സന്ദീപ്. അത് മാത്രമല്ല, ചിപ്പിമോളുടെ അമ്മയ്ക്ക് നമ്മളോട് വലിയ ദേഷ്യമാണ്. അസുഖമാണെങ്കിലും ഈ സമയത്ത് നമ്മൾ സഹായിക്കാൻ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. അവരെ വേറെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളും. ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള വീടല്ലേ, അവിടെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളുമെന്നും കമല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവർ ആംബുലൻസ് അയക്കില്ലേ? മോള് ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് സന്ദീപ്. അമ്മൂനെ അകത്തേക്ക് കമല കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ദൈവം വെറുതെ ഇരിക്കുകയല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർ ഇതൊന്നും അനുഭവിച്ചാൽ പോരാ, അവരെ സഹായിക്കാൻ ആരും ചെല്ലാൻ പാടില്ല, ഒരാളും ചെല്ലരുത് എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. ശേഷം വീണ്ടും അവന്തികയെ കാണിക്കുന്നുണ്ട്. സുഖമില്ലാത്തതിനാൽ വേദന ഭയങ്കര കഠിനമായതിനാൽ ഒരുപാട് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അവന്തിക. ചിപ്പ എവിടേക്ക് വരുന്നു? എഴുന്നേക്കാനും കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് ചിപ്പി അവിടേക്ക് വരുന്നുണ്ട്. കിടന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ, വേദന പറ്റുന്നില്ല സഹിക്കാൻ, ഒന്ന് ചാരിയിരിക്കണം എന്ന് അവന്തിക. ഞാൻ പിടിക്കാം അമ്മ, ചാരിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവന്തിക അവിടെ ചാരിയിരുത്തുകയാണ് ചിപ്പി. മോള് കുറച്ച് വെള്ളം എടുക്ക്, വല്ലാണ്ട് ദാഹിക്കുന്നു എന്ന് അവന്തിക. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ചിപ്പി അവന്തികയ്ക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരികളെ വിളിച്ചിട്ടുണ്ട്, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നു, ആരെയാ? അന്ന് സ്ലീപ്പറിന് വന്ന പിള്ളേരെയാണോ? അവരാരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, എന്നാലും അമ്മയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല, അതാ ഞാൻ അമ്മുവിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ആവണി ടീച്ചറിനെയും കൂട്ടി വരാൻ നോക്കാന്നാ അവള് പറഞ്ഞത് എന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നു, അത് വേണ്ടായിരുന്നു മോളെ, എങ്ങനെയെങ്കിലും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നേ ഞാൻ വിചാരിച്ചോളൂ, അമ്മ എന്നെ വഴക്ക് പറയരുതേ എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അവന്തികയ്ക്ക് ഒന്നും പറയാനില്ല. വരാനിരിക്കുന്ന
പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.